അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആദമിന്റെ സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്. പക്ഷേ വഖൈറുൽ ഖതാഈന അത്തവാബൂൻ, പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്. പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? ആ ചെയ്തു പോയ പാപത്തിനെ കുറിച്ച് തൗബ ചെയ്യുന്നവനാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്നത്തെ ദിവസം ഞാനും നിങ്ങളും എത്രയോ പാപം ചെയ്തു, നാളെയും ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ചെയ്തവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പടച്ച റബ്ബിനോട് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് അവിടെ നിന്ന് ഏറ്റുപറഞ്ഞിട്ട് ഇനി ചെയ്യില്ലെന്ന് പറഞ്ഞു പശ്ചാത്തപിച്ചു മടങ്ങുന്നവനുണ്ടല്ലോ, അവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട്, പാപങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ, ആ പാപം ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താ? ഞാനും നിങ്ങളും ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്തെന്നറിയുമോ? മഹാനായ ഇബ്നു ഖയ്യൂം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പലിശന്മാര് പാപം ചെയ്യുമ്പോ ചെയ്യുന്ന പാപം ചെയ്യുന്നതിലൂടെ നഷ്ടം നമ്മുടെയാണ്. ഈ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. ഈ ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്തെന്നറിയുമോ? മഹാനായ ഇബ്നു ഖയ്യൂം തങ്ങൾ പറയുകയാ, ഞാൻ എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്റെ പാപങ്ങൾ അധികരിക്കുമ്പോൾ, എന്റെ തെറ്റുകൾ അധികരിക്കുമ്പോ എനിക്കുണ്ടാകുന്ന ഒന്നാമത്തെ നഷ്ടം എന്തെന്നറിയുമോ? എന്തു ദുരന്തമാണ് അള്ളാഹു എനിക്ക് തരുന്നതെന്ന് എനിക്കറിയില്ല. അള്ളാഹുവിനോട് നന്ദി കേട് ചെയ്യുമ്പോ പടച്ചവൻ എനിക്ക് ഇൽമതം അനുഗ്രഹിച്ചല്ലോ, അള്ളാഹു എന്നെ പ്രവാചകനാക്കി, പടച്ചവൻ എന്നെ പള്ളിയിലെ ഇമാമാക്കി, ഒരുപാട് പേര് ബഹുമാനിക്കുന്ന മനുഷ്യനാക്കി. ഇതെല്ലാം അള്ളാഹു എനിക്ക് ഇത് തന്നിട്ട് ഞാൻ അള്ളാഹുവിന് ധിക്കാരം കാണിച്ച, അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ച, അള്ളാഹു എനിക്ക് വെച്ചിരിക്കുന്ന ദുരന്തം എന്താണെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റൊരു മനുഷ്യനോ പറയാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് അവിടെന്ന് പറയുകയാണ്, ഒരു മനുഷ്യന് തെറ്റുകൾ അധികരിച്ചാൽ അള്ളാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അവനിൽ ചില നല്ല ഗുണങ്ങളുണ്ട്. ആ നല്ല ഗുണങ്ങളുണ്ടല്ലോ, ആ നല്ല ചിന്തകളുണ്ടല്ലോ, ആ നല്ല വർത്തമാനമുണ്ടല്ലോ, അള്ളാഹു അത് മാറ്റിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ പാപങ്ങൾ അധികമായിട്ട് ചെയ്യുമ്പോൾ അള്ളാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, നാം എന്താണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്നതിനെ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മുടെ പാപങ്ങൾ അധികരിക്കുക, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു നമ്മളോട് പറയുന്നു, നമ്മൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുമ്പോ, എന്റെ പാപങ്ങൾ ഒരുപാട് അധികരിക്കുമ്പോ എനിക്ക് വേദന വിക്കേൽക്കണമെങ്കിൽ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് വേദനിക്കണമെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ അധികമായിട്ട് നന്ദികേട് കാണിക്കുമ്പോൾ അള്ളാഹു എനിക്ക് എന്നെ വേദനിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ എന്റെ പൊന്നുമക്കൾക്ക് എന്തെങ്കിലും മാരക രോഗം കൊടുത്താൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? മക്കള് വീടിന്റെ അകത്ത് കിടന്നുകൊണ്ട് മാരക രോഗം പിടിച്ച് വേദന സഹിക്കാൻ കഴിയാതെ കിടന്നു പിടയുകയാ. വാപ്പാ വേദനിക്കുന്നു വാപ്പാ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ ഏത് വാപ്പയ്ക്കാ അത് താങ്ങാൻ കഴിയുക? മക്കൾ മരണപ്പെട്ടു പോയാൽ ആ മക്കളുടെ മരണം ഏതു മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയുക? അല്ലെങ്കിൽ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിന്റെ ബിസിനസ് അത് തകർത്ത് കളഞ്ഞിട്ട് അള്ളാഹു നിന്നെ വേദനിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്നാമതായിട്ട് അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാഹു നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് നിനക്ക് ദുരന്തം തരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ട് ചില നല്ല ഗുണങ്ങൾ നമുക്കുണ്ട്.
നമ്മളിൽ ചില നല്ല ഗുണങ്ങൾ, അത് ചിന്തയാകട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമാകട്ടെ, ഈ നല്ല ഗുണങ്ങൾ പാപങ്ങൾ ചെയ്യുന്നതിലൂടെ പോയി കിട്ടും. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, ഇമാം മാലിക് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയായിരുന്നു. ഷാഫി റളിയല്ലാഹു തആല അൻഹയെ കണ്ടപ്പോ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, മോനെ, നീ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, നിന്നിൽ ചില നന്മകൾ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് നീ തെറ്റുകൾ ചെയ്യരുത്. തെറ്റുകൾ ചെയ്താൽ അള്ളാഹു ആ നന്മയെങ്ങും മായിച്ചു കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലരും ചോദിക്കാറുണ്ടല്ലോ, ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു, ഓനെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്. ഒരുപാട് നല്ല കാര്യങ്ങൾ, പള്ളിയും പട്ടവുമായി എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരനാ, എന്റെ അവൻ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നല്ല ഗുണങ്ങൾ അള്ളാഹു മാറ്റിക്കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ള പേടി നഷ്ടപ്പെട്ടു പോകും. പിന്നെ തുടരെ തെറ്റുകൾ, ഒന്നിന് പുറകെ ഒന്നൊന്നായി തെറ്റുകൾ മാത്രം. അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം തെറ്റ് ചെയ്യുമ്പോൾ, ആദ്യം മോട്ടിക്കുമ്പോഴേ പേടിയുള്ളൂ, പിന്നെ പേടിക്കാൻ പേടിയുണ്ടോ? ആദ്യം മോഷണം നടത്തുമ്പോൾ മാത്രമേ ഭയമുള്ളൂ. പിടിച്ചില്ല എന്ന് പറഞ്ഞ് നിർത്തുവോ? ചങ്ങാതിമാരെ നിർത്തുവോ? അതാ ഒന്നും മോട്ടിക്ക് ആദ്യം ഒന്ന് പഞ്ചിപ്പട്ടിന്ന് കൈയിട്ടെടുക്കുമ്പോൾ അള്ളാടെ വീട് പള്ളി പണി, അള്ളാഹ് ബിസ്മില്ലാ, പേടിച്ച് ഇത്തിരി എടുക്കും. എന്നിട്ട് അവസാനം ഇത്തിരി തല ഒഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇട്ട് കൊടുക്കും. എന്തിന്? ആദ്യം എടുക്കാൻ മാത്രമേ പേടിയുള്ളൂ. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ പേടി നഷ്ടപ്പെട്ടു പോയി. ഈ അടുത്തൊരു ഉസ്താദ് പറഞ്ഞ അനുഭവം എനിക്ക് ഓർമ്മ വരിക. ഒരു പള്ളിയിലെ ഉസ്താദ് പറഞ്ഞ ഒരു അനുഭവം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി കമ്മിറ്റിക്കാര് ഒരു മക്ബറയൊക്കെ ഉള്ള പള്ളിയാ. മക്ബറയിലെ പൈസയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയുടെ കമ്മിറ്റിയിലെ ചില ആൾക്കാർ തിരിച്ച് എടുക്കുക. ആ സമയത്ത് ഉസ്താദ് കണ്ടു. ഉസ്താദിനോട് പറയാ, വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ ജോലി പോകുന്നു. ഉസ്താദ് വേണമെങ്കിൽ വല്ലതും എടുത്തോ പറയാൻ നിന്നാ ജോലി തന്നെ പോകും. ഇതാ അവസ്ഥ. എന്ത് പേടിയിപ്പല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എത്രയോ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഒരു ഇബ്ലീസ് ഒരു മനുഷ്യനോട് പറഞ്ഞത് ഒരു കള്ളു കുടിക്കാനാ. നീ പോയി കള്ളു പിടിക്കാനാ പറഞ്ഞേ. പോയി കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോൾ വ്യഭിചരിച്ചു കഴിഞ്ഞപ്പോൾ കൊല ചെയ്തിട്ട് അവസാനം ശിർക്കും ചെയ്തിട്ട് ചത്തുപോയി. ഒരു പാപം പിന്നെ ആവർത്തിക്കാൻ എളുപ്പമാണ്. പാപങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. മഹാനായ ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുന്നതിലൂടെ അള്ളാഹു ദുനിയാവിൽ നിന്നിനാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകൻ പറയുന്നുണ്ട്. ഖുർആൻ പറഞ്ഞതാ, പാപങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ നിസ്സാരനാക്കും, എല്ലാ വിലയും നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തെറ്റുകൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു നമ്മുടെ മുഖത്തുള്ള ഈമാനിന്റെ പ്രകാശം എടുത്ത് നഷ്ടപ്പെടുത്തും. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈമാനികമായിട്ടുള്ള ഒരു പ്രകാശം, അത് ചിലരുടെ മുഖത്ത് നോക്കിയാൽ മതി, ഗ്ലാമർ ഒന്നും വേണ്ട, ചിലപ്പോൾ വലിയ സൗന്ദര്യം കാണില്ല, എന്നാലും അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഈമാനികമായിട്ടുള്ള ഒരു പ്രകാശം. നമ്മൾ പറയാറുണ്ട്, ആ മുഖത്ത് നോക്കിയാൽ തന്നെ ഒന്ന് സമാധാനം കിട്ടാറുണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ഈമാനിന്റെ പ്രകാശമാ. എന്നാലും മനുഷ്യന്റെ പാപം അധികരിക്കുന്നതിലൂടെ അള്ളാഹു അവന്റെ മുഖത്തെ പ്രകാശം എടുത്തു മാറ്റും. ഈമാനികമായിട്ടുള്ള പ്രകാശം അവന്റെ മുഖത്ത് നിന്ന്, അവന്റെ ഹൃദയത്തിൽ നിന്ന്, അവന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു ആ പ്രകാശം എടുത്തു മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം കൂടെ പറയാം, ഒരു മനുഷ്യന്റെ പാപങ്ങൾ അധികരിക്കുമ്പോൾ അള്ളാഹു അവന്റെ ജീവിതത്തിൽ നിന്ന് ബറക്കത്തെടുത്തു മാറ്റും. അത് കച്ചവടത്തിൽ, അത് കുടുംബജീവിതത്തിൽ, അത് മക്കളിൽ, അത് ആരോഗ്യത്തിൽ, അത് ആയുസ്സിൽ, അത് വാഹനത്തിൽ, അത് വീട്ടിൽ, അള്ളാഹു കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകളിൽ നിന്നും അള്ളാഹു ബറക്കത്തെടുത്തു മാറ്റുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ നിസ്സാരമായിട്ട് കാണേണ്ടവരല്ല. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്ത് പാപമാണ് ചെയ്യുന്നതെങ്കിലും ആ പാപത്തെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണേ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണേ. നിങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട് ഓരോ രാത്രിയും പടച്ചവനോട് പശ്ചാത്തപിച്ചാതെ കിടന്നുറങ്ങരുത്. കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ല. ഇന്ന് രാവിലെ പത്രമെടുത്തു നോക്കുമ്പോൾ പന്തളത്തുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ കരഞ്ഞുകൊണ്ട് വിളിച്ച ഉസ്താദ്, ഇന്ന് ദുആ
ചെയ്യണേ, ഇന്ന് ദുആ ചെയ്യണേ. കാരണം ഉസ്താദിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു ചെറുപ്പക്കാരനാ ഉസ്താദിന്റെ പ്രസംഗം കുടുംബസമേതം കേൾക്കുന്നതാണ്. പടച്ചവനെ ഇന്ന് 6 അടി മണ്ണിന്റെ അകത്താ. എല്ലാവരും അതിന്റെ വീഡിയോ കണ്ടോ? പടച്ചവനെ ട്രാൻസ്പോർട്ട് ബസിന്റെ മുന്നിലേക്ക് ഒരു കാറ് പോയി പാഞ്ഞു കയറുകയാണ്. ഉറങ്ങിപ്പോയതാകാം, എന്തുമാകാം, അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ. പടച്ചവനെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ ഭാര്യയും ഭർത്താവും കൂടെ ഒറ്റയടിക്ക്. അതുകൊണ്ടാണ് പടച്ചവനെ പ്രവാചകൻ പറഞ്ഞത്, മഹാന്മാര് പറയുന്നുണ്ട്, ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ഒരു വാഹനത്തിൽ സഞ്ചരിക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതേ പറഞ്ഞേ. അതുകൊണ്ട് ആ മഹത്തുക്കൾ പറയുന്നത്, ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വാഹനത്തിൽ പോകാൻ പാടില്ല. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും. തന്റെ പ്രിയപ്പെട്ട മകനെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വന്നതാ. അല്ലാഹുവേ, ആ മകൻ പോയതുപോലെ തിരിച്ചു വന്നു. എന്തിന്? ഉപ്പാടെയും ഉമ്മാടെയും മയ്യത്ത് കബറടക്കാൻ. അല്ലാഹു അവരുടെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്. തഖ്വയുള്ള ഒരു ജീവിതം, ആ ജീവിതം കൊണ്ടേ നമ്മുടെ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ടൊരു ജീവിതമല്ലാതെ വേറെ ഒരു ജീവിതം കൊണ്ട് ഈ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് പറയുകയാണ്, ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അമൂല്യമായ നിധി എന്തെന്നറിയുമോ? ഒരുപാട് പണം കിട്ടലല്ല, ഒരുപാട് സമ്പത്തുണ്ടാകലല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകാറല്ല, ഭാര്യയോ മക്കളോ കൂട്ടുകാരോ കുടുംബക്കാരോ കൊട്ടാരമോ വാഹനമോ, ഇതൊന്നുമല്ല. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയുടെ ചരിത്രം നമ്മൾ വായിച്ചവരാണ്, ആ സ്വഹാബിയുടെ ചരിത്രം നമ്മൾ പഠിച്ചവരാണ്. ഏത് ഹദീസിന്റെ കിതാബ് എടുത്തു നോക്കിയാലും ഈ സ്വഹാബിയുടെ പേരില്ലാത്ത ഹദീസിന്റെ കിതാബില്ല. കാരണം ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയാണ് പറയുന്നത്, ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിധി എന്തെന്നറിയുമോ? അത് തഖ്വയാണെന്ന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുക. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കടന്നു വരിക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു മനുഷ്യന് തഖ്വയെ കുറിച്ച് ചോദിച്ചപ്പോ, എന്താണ് തഖ്വ എന്ന് ചോദിച്ചപ്പോ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അറഅയ്ത ഇൻ മശൈത അലാ അർദിൻ ദാത്തി ശൗകത്തിൻ വഹസകിൻ മാദാ കുന്ത തഫഅലു. മഹാനവറുകൾ അവിടുന്ന് ചോദിക്കുകയാണ്, ഒരാൾ ചോദിക്കുന്നു, തങ്ങളെ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, മുള്ളുകൾ നിറഞ്ഞ ഭൂമിയിലൂടെ നടക്കുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത്? കല്ലും മുള്ളുകളും കിടക്കുന്ന റോഡിലൂടെ നടന്നു പോകുമ്പോ നീ എന്താണ് ചെയ്യുന്നത്? ആ ചെറുപ്പക്കാരൻ അവിടുന്ന് പറയുകയാണ്, വളരെ സൂക്ഷ്മതയും ജാഗ്രതയോടുകൂടിയാണ് ഞാൻ നടന്നു പോകുന്നത്. ആ സമയത്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അത് റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് മാത്രമല്ല, നിന്റെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ മുഴുവനും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്, നിന്നെ വിചാരണ ചെയ്യുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബ് കാണുന്നെന്നുള്ള ബോധത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലയളവ് മുഴുവനും നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത് എന്ന് മഹാനായ അബൂ ഹുറൈറ
റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാക്കിയെടുക്കാൻ കഴിയണം. എന്താണ് തഖ്വയെന്ന് പലർക്കും അറിയില്ല. തഖ്വയെന്ന് പറഞ്ഞാ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാ. എന്ത് ചെയ്താലും, എന്ത് പറഞ്ഞാലും, എന്ത് കണ്ടാലും എന്റെ റബ്ബ് നാളെ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുമല്ലോ, ഇതിനെക്കുറിച്ച് വിചാരണ ചെയ്യുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഇതിന് ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ. ഈ ഒരു ബോധം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായാൽ അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കടന്നു വന്നാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് തഖ്വ വന്നാ അല്ലാഹു അവന് കൊടുക്കുന്നത് 7 പ്രതിഫലമാണ്. 7 പ്രതിഫലം അല്ലാഹു തഖ്വയുള്ള മനുഷ്യന് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഖ്വ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, ഈമാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ 6 നന്മകൾ അല്ലാഹു അവന് കൊടുക്കും. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അത് പഠിച്ചിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ, വ്യക്തമാകുന്നുണ്ടല്ലോ? ഇൻഷാ അല്ലാഹ്. എന്താണെന്നറിയില്ല, ഇന്നത്തെ മൈക്ക് സെറ്റ് തൊണ്ട പിടിക്കുന്നുണ്ട്. നാളെ വാഴന്നുള്ളതാ. അവിടെ പോയിട്ട് ഒന്നാമത്തെ കാര്യത്തിൽ തീരുമാനമായിരിക്കുക. എന്തായാലും കമ്മിറ്റിക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. പരിപാടിക്ക് പോകുമ്പോൾ എന്തായാലും കമ്മിറ്റിയിലെ 3-4 പേരുണ്ട്. കുഴപ്പമൊന്നുമില്ല. കാരണം അടി കിട്ടാതെ തിരിച്ചു വന്നാൽ കൊള്ളാം. ഡേറ്റ് കൊടുത്തിട്ട് ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നെ തല്ല. ഡേറ്റ് വാങ്ങുമ്പോൾ വലിയ സ്നേഹം എല്ലാവർക്കും. ഉസ്താദേ 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 ഉസ്താദേ. ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഉസ്താദൊക്കെ പോയി. പിന്നെ ബാക്കിയുള്ള കാര്യം കൊട്ടേഷൻ ടീം എടുത്തേക്കണ പോലെ. നമ്മുടെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ്. നിങ്ങൾക്ക് അതൊന്നും അറിയില്ലല്ലോ. ആദ്യമൊക്കെ ഡേറ്റ് മേടിക്കുമ്പോൾ സ്നേഹത്തോടു കൂടി എല്ലാവരും മേടിക്കും. പിന്നെ പരിപാടിയിൽ പോകാൻ കഴിയാതെ വരികയോ വല്ല മരണം, നമ്മൾ പൊക്കോണം. അടഞ്ഞാലും മരിച്ചാലും നമ്മൾ പോയി വാഴ്ന്നു പറയണം. പോയില്ലെങ്കിൽ പിന്നെ നഷ്ടപരിഹാരം, അതുപോലെ തന്നെ വക്കീൽ നോട്ടീസും ഇങ്ങനെയുള്ള പലതും നമ്മളെ തേടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി അങ്ങനെ വല്ലവൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് മരിക്കാൻ ഭാഗ്യം കിട്ടിയ അത് നല്ല അവസരമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഷഹീദിൻ്റെ കൂലിയാണ്. നമ്മളോട് അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയുന്ന അൽഹംദുലില്ലാ, കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും നമുക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒരാളുടെ ജീവിതത്തിൽ തഖ്വയുണ്ടായാൽ 6 പ്രതിഫലം എണ്ണിക്കോ. ഈ പറയുന്ന തഖ്വ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായാൽ അള്ളാഹു അവന് കൊടുക്കുന്ന 6 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അതാണ് ചിലരുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. ഒന്നുമില്ലാത്തവനായിരിക്കാം, പാവപ്പെട്ടവനായിരിക്കാം, പക്ഷെ അള്ളാഹുവിനെ ഭയന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതം കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഈ മനുഷ്യൻ എങ്ങനെയാ ജീവിക്കണേ, ഇവന് ഇത്രയും സന്തോഷമുള്ള ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പള്ളിയിലെ ഞാൻ അത്ഭുതത്തോടു കൂടി ചിന്തിക്കാറുണ്ട്, പള്ളിയിലെ ഖത്തീബിനെക്കാളും അടിപൊളിയായിട്ട് ജീവിക്കണ എത്രയോ മുഅദ്ദിന്മാരുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പരമനുഷ്യന്മാരെ, പള്ളിയിലെ ഖത്തീബിനെക്കാളും നല്ല ഇസ്സത്തോടുകൂടി പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ ജീവിക്കണ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരിക്കും. കാരണം അദ്ദേഹത്തിന് പള്ളിയുമായിട്ട് അത്രയും ബന്ധമാണ്. അദ്ദേഹത്തെ ചില പ്രായമുള്ളവർ ബാങ്ക് വിളിക്കുമ്പോൾ, ഈ അടുത്ത് ഈ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയത്ത് ഏതോ ഒരു പള്ളിയിൽ ബാങ്ക് വിളിച്ചപ്പോൾ മുഅദ്ദിന് കരയുക. നിങ്ങളെല്ലാവരും വീട്ടിൽ നിസ്കരിച്ചോ എന്ന് പറയുന്ന ഒരു അവസരം കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് പറയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. മുസമ്മിലൊക്കെ നാളെ അവിടെ വെച്ച് കാണുമ്പോൾ നമ്മളെ പരിഗണിച്ചാൽ മതിയായിരുന്നു. കാരണം അള്ളാഹു ഈ ഏറ്റവും കൂടുതൽ പ്രതിഫലമാണ്. പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ എന്ത് പ്രതിഫലം എന്നറിയോ? ഈ പായിപ്പാടിലെ രാജാവ് മുസമ്മില, പണവും വീടും ഇല്ലെന്നേ ഉള്ളൂ. എന്താ ഷൗക്കണ്ണ ഒരു വല്ലാതിരിക്കുന്നു. മുസമ്മിൽ സ്ഥാനെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹുവിന്റെ മുന്നിൽ രാജാവാ. കാരണം ഹാഫിദ്, ഒന്ന് ഹാഫിദ്, പിന്നെയോ ഈ ബാങ്ക് വിളിക്കണത് മതി ഈ ചങ്ങാതിക്ക് രക്ഷപ്പെടാൻ. ഈ ചങ്ങാതി എന്താ ഇപ്പൊ ചങ്ങാതിമാരെ, ബാങ്ക് വിളിക്കണ സമയത്ത് ഈ ശൈത്താൻ ഓടുന്ന എന്തിനാ അറിയോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് മാത്രം ഈ പട്ടി കിടന്നിട്ടുള്ളൊരു കൂവലുണ്ട്, ഒരു നിലവിളി കണ്ടിട്ടുണ്ടാ? എന്തേ പട്ടി ആ സമയത്ത് കൂവണേ? എന്തുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്ന സമയം ഇബിലീസ് ഓടുന്നത് കണ്ടിട്ടാ ഈ പട്ടി കൂവണേ? ആര്? ശൈത്താൻ ഓടുന്നത് കണ്ടിട്ടല്ലേ ഈ പട്ടി കൂവണേ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ആണോ അല്ലേ?
എന്തപ്പ ചെയ്ത ഓടണേ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ഭൂമിയിൽ എന്തെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്ന സർവ്വ വസ്തുക്കളും നാളെ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ മുസമ്മിൽ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു പടച്ചവനെ. മണ്ണു പറയും, ഇല പറയും, മൃഗം പറയും, മനുഷ്യൻ പറയും, സർവ്വ ചരാചരങ്ങളും അള്ളാഹുവിനോട് പറയും, ഞാൻ കേട്ടു പടച്ചവനെ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കല്ല, സ്വർഗം കൊടുക്കണേ അല്ല. ലോകത്ത് ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്ന സർവ്വ ചരാചരങ്ങളും പറയും. ഇബ്ലീസ് എങ്ങാണം ബാങ്ക് വിളിക്കുന്നത് കേട്ടാ അവൻ അള്ളാഹിനോട് പറയണം, മുസമ്മിൽ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു പടച്ചവനെ സ്വർഗം കൊടുക്കുന്ന പറയേണ്ടി വരും. അതുകൊണ്ടാ ഓൻ ഓടുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവന്റെ പുറകിലും ചിലർ ഓടും. കണ്ടിട്ടുണ്ടാ? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ശൈത്താൻ ഓടുന്നതിന്റെ തൊട്ടു പുറകിൽ വേറെ കുറച്ച് പേര് ബാങ്ക് വിളിക്കുന്നവർ ഇവിടെയൊക്കെ കാണും. ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ പതുക്കെ ഇറങ്ങി അങ്ങോട്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നിന്ന് നമ്മൾ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, തഖ്വ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തഖ്വ കടന്നു വന്നാൽ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അൽ ഹിഫ്ളു മിനൽ അഅദാ. അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ശത്രുക്കളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവേ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് തഖ്വ കടന്നു വന്നാൽ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, ഈ ലോകത്ത് അവൻ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂഖിനെയും അവന് ഭയപ്പെടില്ല, അവന് പേടിക്കേണ്ട ആവശ്യമില്ല. അവന് വല്ലാത്ത ധൈര്യമാണ്, അവന് വല്ലാത്ത ധൈര്യമാണ്. ഇത് പറഞ്ഞതാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, വഇൻ തസ്ബിറു വതത്തഖൂ ലാ യദുറുകും കൈദുഹും ശൈആ. പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തഖ്വ കടന്നു വന്നാൽ, ആ തഖ്വ കടന്നു വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ശത്രുക്കൾക്ക് അവനെ പേടിയാണ്. അതുകൊണ്ടാണ് പടച്ചവന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ തങ്ങൾ നടന്നു വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടന്നു വരില്ലായിരുന്നു. ഇബ്ലീസ് ആരാണ്? അള്ളാഹുവിനോട് ഇബ്ലീസ് അല്ലേ പറഞ്ഞത്, പടച്ചവനെ തകർക്കും തമ്പുരാന്, നശിപ്പിക്കും തമ്പുരാന്, ഈ ആദമിന്റെ സന്തതികളെ മുഴുവനും ഞാൻ പിഴപ്പിക്കും തമ്പുരാന്, ഒരുത്തനെ പോലും ഞാൻ വെറുതെ വിടില്ല തമ്പുരാന് എന്ന് ഇബ്ലീസാണ് അല്ലാഹുവിനോട് പറഞ്ഞത്. ആ ഇബ്ലീസാണ് മഹാനായ ഉമർ തങ്ങളെ കാണുമ്പോ ഓടി ഒളിക്കുന്നത്. ആ ഇബ്ലീസാണ് ഉമർ തങ്ങളെ കണ്ടപ്പോ ഓടി ഒളിച്ചത്. എന്തിന്റെ പേരിലെന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഈമാനിന്റെ ബലത്തിന്റെ മുന്നിൽ, ആ തഖ്വയുടെ മുന്നിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങൾ പഴയ ചരിത്രം എടുത്ത് നോക്ക്. എത്ര വലിയ ഭരണാധികാരിയാകട്ടെ, എത്ര വലിയ അധികാരമുള്ളവനും ആൾബലമുള്ളവനും ഒരു യഥാർത്ഥ ഈമാനുള്ള ഒരു പണ്ഡിതന്റെ മുന്നിൽ എത്രയോ മഹാന്മാരുടെ മുന്നിൽ മുട്ടിടിക്കുമായിരുന്നു. ഒരുപാട് കാലഘട്ടം പുറകിലേക്ക് ചിന്തിച്ചു നോക്കൂ. ചില ഈമാനുള്ളവരെ പേടിയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. മൈക്ക് കെട്ടിയിട്ട് പ്രസംഗിക്കാൻ, പല നിയമങ്ങളും പാസ്സാക്കാൻ ഇവർക്കറിയോ. പക്ഷേ സത്യത്തിൽ അവർക്ക് നമ്മളെ പേടിയാ. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നമ്മളെ പേടി തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അത് ഒളിഞ്ഞൊക്കെ അവർ പറയാറുണ്ടല്ലോ. എടാ, ഈ എന്താ പറയാ, ഒരു നമ്മളെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് എന്താ പറയത്തില്ലേ, മേത്തന്മാരില്ലേ, എടാ അമ്മാരെല്ലാരും കൂടെ ഇളകി വന്നു കഴിഞ്ഞാ പറയാറുണ്ടല്ലോ, അമ്മാരെല്ലാരും കൂടെ ഉലൂ തക്ബീർ എന്ന് വിളിച്ച ഓടുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വാളെടുത്തോണ്ട് വരുന്നെന്ന വിചാരം, പേടി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളയല്ലേ പറഞ്ഞത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹിനെ കുറിച്ചുള്ള പേടി മതി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം മതി. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് തഖ്വ വന്ന അവനെ ഭയക്കും എല്ലാരും.
അവൻ ആരെയും ഭയക്കണ്ട, അവൻ അള്ളാഹിനെ മാത്രം ഭയന്നാ മതി. ഞാൻ അള്ളാഹുവിനെ മാത്രം ഭയന്നാ മതി. എന്റെ റബ്ബാണ് അള്ളാഹ്, എന്നെ പടച്ചവനാ അള്ളാഹ്. ആ അള്ളാഹുവിനെ മാത്രം ഞാൻ ഭയക്കുന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എന്നെ ഭയക്കും. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു ഭയം കൊടുക്കും. ആരാ പറഞ്ഞത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടെ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അസ്വദുൽ ഖൻസി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ കള്ളപ്രവാചകനാണ്, അവൻ പ്രവാചകനാണെന്ന് വാദിക്കുന്നവനാണ്. യമൻ എന്ന് പറയുന്ന നാട്ടിലാണ് അവന് കടന്നു വന്നത്. അവൻ അവിടെ നിന്ന് പറയുന്നു, ഞാനാണ് പ്രവാചകൻ, ഞാൻ അല്ലാഹുവിന്റെ നബിയാണെന്ന് പറഞ്ഞു വാദിച്ചുകൊണ്ട് നടക്കുകയാ. ആ സമയത്താണ് യമനിൽ ഉണ്ടായിരുന്ന അബൂ മൂസൽ ഖൗലാനി എന്ന് പറയുന്ന പണ്ഡിതനുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന ഈ പണ്ഡിതനുണ്ടല്ലോ, ആ പണ്ഡിതൻ ഇവൻ കള്ളപ്രവാചകനാണെന്ന് പറയുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുകയാണ്, അവൻ അസ്വദിന്റെ സന്നിധിയിലേക്ക്, അസ്വദ് അതാ പ്രവാചകനാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അസ്വദിന്റെ മുന്നിലേക്ക് ഈ പണ്ഡിതനെ പിടിച്ചു കൊണ്ടുപോവുകയാ. കള്ളപ്രവാചകനായിട്ട് ഞാൻ പ്രവാചകനാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന അസ്വദ്, ആ അസ്വദ് കള്ളപ്രവാചകനാ, അവൻ അള്ളാന്റെ റസൂലാണ്, പ്രവാചകൻ, അവൻ കള്ളനാണെന്ന് പറഞ്ഞപ്പോ ആ മഹാനായ അബൂ മുസൽ ഖൗലാനി എന്ന് പറയുന്ന പണ്ഡിതനെ അസ്വദിന്റെ രാജാക്കന്മാരുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. ആ അവന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി, അവന്റെ അനുയായികളുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പടച്ചവനെ അവിടെ നിന്ന് ചോദിച്ചത് അസ്വദ് ചോദിക്കുകയാ, ആ മഹാനവറുകളോട് അസ്വദ് ചോദിക്കുകയാ, അത്തശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? അസ്വദ് അവിടെ നിന്ന് ചോദിക്കുകയാണ്. ചുറ്റുഭാഗത്ത് മുഴുവനും തന്റെ അനുയായികൾ നിൽക്കുകയാണ്. ആ സമയത്താണ് മഹാനായ അബൂ മൂസ തങ്ങള് അവിടെ നിന്ന് ചോദിക്കുകയാ, ലാ അസ്മഉ, എടാ നീ എന്താടാ പറയുന്നത്? നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലടാ. നീ പ്രവാചകനാണെന്ന് പറയുകയാണോ? എങ്കിലും പ്രവാചകനാരാ? അത്അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ കള്ളനാടാ, നീ കള്ളനാടാ, നീ കള്ളത്തരം പറയുന്നവനാടാ. ആരാ യഥാർത്ഥ പ്രവാചകൻ എന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ മുത്തുനബിയാടാ, എന്റെ മുത്തുനബിയാടാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോ അസ്വദിന്റെ അനുയായികൾ വന്ന് പിടിച്ചു കെട്ടുകയാണ്. പഠിപ്പിച്ച കമ്പികൾ തന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയാ. എന്നിട്ട് പറഞ്ഞു, പറയടാ, അസ്വദാണ് മുസ്തസവദാണ്, ഈ അസ്വദാണ് പ്രവാചകൻ എന്ന് പറയടാ. അല്ലാഹുവേ, എത്ര ക്രൂരമായ പീഡനങ്ങൾ ചെയ്തു. പഠിപ്പിച്ച കമ്പി തന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി. അവിടെ നിന്ന് പറഞ്ഞ്, എന്നെ കൊന്നാലും ഞാൻ പറയില്ലടാ, നീ കള്ളപ്രവാചകനാണ്. അവസാനം എന്റെ പ്രിയമുള്ളവര് അബൂ മൂസൽ അശ്അരി തങ്ങളെയുണ്ടല്ലോ, അതാ ഒരു തീ കത്തിക്കുകയാണ്, ഒരു തീ കത്തിക്കുകയാണ്. എന്നിട്ട് റബ്ബേ ആ തീക്കകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുകയാണ്, ആ തീക്കകത്ത് കിടന്നു. പക്ഷേ അവിടെ നിന്ന് മരണപ്പെട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുപോലെ മഹാനായ അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു തആല ആ തീക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുകയാണ്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രാജ്യം ഭരിക്കുന്ന സമയത്താണ്. അവിടുന്ന് രാജ്യം ഭരിക്കുമ്പോൾ അല്ലാഹുവേ മദീനയിലേക്ക് കടന്നു വന്നു, മദീനയിലേക്ക് കടന്നു വന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ മനുഷ്യനെ കാണുമ്പോ അവിടുന്ന് കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, മിമ്മനി റജുലു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? അദ്ദേഹം പറഞ്ഞു, മിൻ അഹ്ലിൽ യമൻ, ഞാൻ യമനിൽ നിന്ന് വരികയാണ്.
ഈ മനുഷ്യന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോൾ മക്കത്ത് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരിക? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ യമനിൽ നിന്ന് വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു യമനിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ചോദിച്ച ചോദ്യം, മാ ഹാലുല്ലദി അഹറഖുൽ കദ്ദാബു ബിന്നാർ. അവിടെ നിന്ന് ചോദിച്ച ചോദ്യം, കള്ളനായ അസ്വദ് തീയിലിട്ട് കരിക്കാൻ ശ്രമിച്ച ആ മഹാന്റെ നാട്ടിൽ നിന്നാണ് വരണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, കള്ളനായ കള്ളപ്രവാചകനെന്ന് വാദിച്ച അസ്വദ്, ആ അസ്വദിന് എതിരെ സംസാരിച്ച ആ മനുഷ്യനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു, അവരുടെ നാട്ടിൽ നിന്നാണോ നിങ്ങൾ വരണേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അദ്ദേഹം പറഞ്ഞു, ദാലിക അബ്ദുല്ലാഹി ഇബ്നു സൗബിൻ. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അത് അബ്ദുല്ലാഹി ഇബ്നു സൗബ എന്ന് പറയുന്ന ആളാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യന്റെ പരുങ്ങല് കണ്ടിട്ട്, അങ്ങനെയാണല്ലോ മഹാന്മാര്, അവര് പറയാറില്ല, അതങ്ങനെ പറയാറില്ല. ഞാനിപ്പോ തന്നെ മുത്തുപ്പേട്ടയിൽ പോയപ്പോ ഒരു വലിയ മഹാനെ കണ്ടു. 24 മണിക്കൂറും ദിക്ർ, രാവിലെ സുബഹി മുതൽ ഇങ്ങനെ ദിക്ർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മനുഷ്യന്റെ അടുക്ക പോയിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യണേന്ന്. എന്നെ ഓടിക്കുക. കാരണം അങ്ങനെ യഥാർത്ഥത്തിൽ മഹാന്മാരങ്ങനെ അവരുടെ കാര്യങ്ങൾ അവർ വലിയവരാ, നമ്മളെ പോലെ ഫ്ലെക്സ് ഒന്നും വെക്കൂല, അവരങ്ങനെ പല കാര്യങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആ തീക്കകത്തിട്ട് കരിച്ച കള്ളപ്രവാചകനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ തീക്കകത്തിട്ട് കരിച്ച ആളുടെ നാട്ടിൽ നിന്നാണോ നിങ്ങൾ വരണേ? അപ്പൊ പറഞ്ഞു, അതെ, അത് ഞാൻ മനുഷ്യൻ പറയുകയാ, അദ്ദേഹത്തിന്റെ പേര് ദാലിക അബ്ദുല്ലാഹി ഇബ്നു സൗബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങളാണോ ആ മനുഷ്യൻ? അവിടെ നിന്ന് ചോദിച്ചു, അൻഷുദുക ബില്ലാഹി അൻത ഹുവ. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുക, ആ മനുഷ്യൻ നിങ്ങളാണോ? ആ അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാ, ആ അസ്വദ് തീക്കകത്തിട്ട് കരിച്ച മനുഷ്യൻ നിങ്ങളാണോ? അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുമ്പോൾ അവസാനം ആ മനുഷ്യൻ പറയുന്നു, ഞാനാണ്. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവനെ കയ്യിൽ പിടിക്കുകയാണ്. ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പടച്ചവനെ കണ്ട ഉടനെ അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റ് കെട്ടിപ്പിടിക്കുകയാ, അവിടുന്ന് ബഹുമാനിക്കുകയാ, അവിടുന്ന് ആദരിക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും രണ്ടുപേരും കൂടെ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഇത്രയും വലിയ പദവിയിലെത്താൻ, ഇത്രയും വലിയ ഒരു സ്ഥാനത്തെത്താൻ, പച്ചയിറച്ചി പഠിപ്പിച്ച കമ്പിതന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി കുത്തിയെടുത്തപ്പോഴും നിങ്ങൾ പിടിച്ചു നിന്നല്ലോ, തീക്കകത്തിട്ട് കരിച്ചപ്പോഴും നിങ്ങൾ പിടിച്ചു നിന്നല്ലോ. ഇത്രയും വലിയ ഒരു ധൈര്യം വരാൻ, ഇത്രയും വലിയ ഒരു ഈമാൻ വരാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സൽക്കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത്? അല്ലാഹുവേ, അബൂബക്കർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അവിടെ നിന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞാൻ ഇത്രയും വലിയ പദവിയിലെത്താനുള്ള കാരണം എന്തെന്നറിയോ? എനിക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, എനിക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയമാ, എന്റെ ഹൃദയത്തിൽ തഖ്വയുള്ളത് കൊണ്ടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽഹംദുലില്ലാഹില്ലദീ ലം യുംതിനി ഹത്താ അറാനി ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹീമ ഖലീലിർ റഹ്മാൻ. മഹാനായ
ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാഹ്. എന്തിനാണെന്നറിയുമോ? ഇബ്രാഹിം നബിയോട് ചെയ്യപ്പെട്ടതുപോലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ചെയ്യപ്പെട്ട ആളിന് കാണിച്ചു തരുന്നതിന് മുമ്പ് എന്നെ മരിപ്പിച്ചില്ലല്ലോ അല്ലാഹ്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിഞ്ഞല്ലോ. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴല്ലേ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, നബിയേ ഒന്ന് അനുവാദം താ നബിയേ, ഈ തീ ഞാൻ അണച്ചു കളയാ, ഈ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്താ, ഒന്ന് അനുവാദം താ നബിയേ. വേണ്ട ജിബ്രീൽ, നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താ. എന്തിനായി തീയ ഞാൻ ഭയപ്പെടുന്നത്? ഇതിനെ നിയന്ത്രിക്കുന്നത് നമ്രൂദല്ല, അല്ലാഹുവാ. ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി, ഈ കാണുന്ന തീയ നിയന്ത്രിക്കുന്നവൻ എന്റെ റബ്ബല്ലേ, എന്റെ റബ്ബല്ലേ, പിന്നെ എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? തഖ്വ ജീവിതത്തിൽ കടന്നു വന്ന അല്ലാഹനെ അല്ലാതെ പിന്നെ ആരെ പേടിക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുൽ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. 40 ദിവസം കഴിഞ്ഞ് തീക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ഇബ്രാഹിം നബിയുടെ ശരീരത്തിൽ ഒരു രോമം പോലും കരിഞ്ഞില്ലെന്ന് ചരിത്രം പറയുമ്പോ, അതുപോലെയല്ലേ പടച്ചവന് അസ്വദ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, അവന് തീക്കകത്തിട്ട് കരിച്ചിട്ട് ജീവനോടെ വന്ന മനുഷ്യനല്ലേ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോലെ പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, തന്റെ അനുയായികൾ മുഴുവനും ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ അസ്വദ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, ഞാനാണ് പ്രവാചകൻ എന്ന് പറയടാ എന്ന് പറഞ്ഞപ്പോ അവന്മാരുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു കൊണ്ട് നിന്നിട്ട്, എടാ നീ കള്ളനാടാ, നീ കള്ളപ്രവാചകനാടാ, യഥാർത്ഥത്തിൽ പ്രവാചകൻ ആരെന്നറിയുമോ? മുഹമ്മദ് റസൂലുള്ളാഹ്, അതെന്റെ മുത്തുനബിയാടാ എന്ന് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുറുകും കൈദുഹും ശൈആ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ജീവിതത്തിലേക്ക് തഖ്വ കടന്നു വന്നാൽ എല്ലാ ശത്രുക്കളും അവനെ അല്ലാഹു ഭയപ്പെടുകയാണ്, എല്ലാ ശത്രുക്കളും അവനെ ഭയപ്പെടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ എല്ലാരും പിടിച്ചു നിർത്തിയിട്ട് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് ഇങ്ങനെ കുത്തി എടുക്കാ, പറയടാ ഞാനാ നബി. അല്ലടാ, നീ എന്തു വേണേലും ചെയ്തോ. മഹാനായ സയ്യിദനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മരുഭൂമിയിൽ മലർത്തിക്കടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ തല്ലി ചതയ്ക്ക. ഒന്നീ നീ കാഫിറായിട്ട് ചാകണം, അല്ലെങ്കിൽ നീ മതത്തിൽ നിന്ന് തിരിച്ചു വരണം.